എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ച് കബഡി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. തിരുമേനി, മകന് നല്ല ജോലി കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടാണ്, എങ്ങനെ കഴിയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു വീടായാൽ ഒരു ഗൃഹനാഥന് 20,000 രൂപ സാലറി ഉണ്ടാകുമെന്ന് വിചാരിക്കട്ടെ. അവിടെ മക്കളുടെ പഠിത്തം, ട്യൂഷൻ ഫീസ്, കറണ്ട് ബില്ല് അടയ്ക്കണം, ഇല്ലെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യണം. അതേപോലെ തന്നെ ഒത്തിരി പത്രം, പാല്, കേബിള്, എല്ലാ കാര്യങ്ങളും ഈ 20,000 രൂപയിൽ നിന്നായിരിക്കും ഓടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ കടങ്ങൾ വരുന്നത്, ഹോസ്പിറ്റൽ കേസ് വരുന്നത്, ഒരു വിവാഹം വിളിച്ചാൽ അവിടെ 1000 കൊടുത്തു. അപ്പം ഈ 20,000 രൂപയുള്ളൂ. അപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് നടക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പൈസ തികയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കടം മേടിക്കും. അപ്പോൾ വീണ്ടും അടുത്ത മാസം 20,000 രൂപ കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടെ കൂടി. അപ്പോൾ അവിടെ വീണ്ടും കടം കൂടി. അപ്പോൾ അവിടുന്ന് മേടിച്ച് ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പം സാലറി 20,000 രൂപ തന്നെ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താണ് സാമ്പത്തിക ലാഭം നമുക്ക് വരേണ്ടത്? എല്ലാവരുടെയും ഒരു ജീവിതത്തിൽ ഇഷ്ടം പോലെ നല്ല സാലറികളുള്ള ആൾക്കാർക്ക് വരെ കടബാധ്യതയാണ്. ഈ കടബാധ്യത മാറാൻ വേണ്ടി എന്താണ്? അതിന് ഏറ്റവും ഉത്തമമായ ഒരു അർച്ചനയുണ്ട്. ഈ ദിവ്യപരമായ അർച്ചന അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യാം. ഋണമോചന മന്ത്ര അർച്ചനയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദേവീ ദേവന്മാർക്കും ചെയ്യാനുള്ള ഒരു വിധിയുണ്ട്. ഋണമോചന മന്ത്ര അർച്ചന. ഋണമെന്ന് വെച്ചാൽ കടബാധ്യതകൾ നീങ്ങി ഐശ്വര്യം വരാൻ വേണ്ടി ചെയ്യുന്ന അത്ഭുതകരമായ ഒരു അർച്ചനയാണ് ഋണമോചന മന്ത്ര അർച്ചന. ഈ ഋണമോചന മന്ത്ര അർച്ചന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാം. അത് തിരുമേനെ കണ്ട് പ്രത്യേകപരമായി പറഞ്ഞ് താമര കൊണ്ടോ മുല്ലപ്പൂ കൊണ്ടോ പിച്ചിപ്പൂ കൊണ്ടോ ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. ഋണമോചന മന്ത്ര അർച്ചന കടബാധ്യതകളൊക്കെ നീക്കി സാമ്പത്തിക ലാഭം വരാം. അതായത് കടബാധ്യതകൾ നീങ്ങണമെങ്കിൽ നമുക്ക് ഈ അർച്ചന പെട്ടെന്ന് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കടബാധ്യതകൾ നീങ്ങത്തില്ല. ഏകദേശം ഒരു മാസത്തിലോ ഇല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സാലറി കിട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടുപകരണങ്ങൾ നശിക്കാതെ, അതായത് അനാവശ്യമായ ചിലവുകൾ ഇല്ലാതെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു അർച്ചന ചെയ്തുകൊണ്ട് നമ്മൾ ജോലിക്കൊന്നും പോകാതിരുന്ന് നമ്മുടെ കടബാധ്യത മാറത്തില്ല. നമ്മൾ പല ആവശ്യങ്ങൾക്ക് ബാങ്കിലൊക്കെ ലോൺ വെക്കുമ്പോൾ തടസ്സങ്ങളില്ലാതെ ആ ലോൺ കിട്ടും. പിന്നീട് നമുക്ക് ഒരു തടസ്സവും കൂടാതെ ആ ലോൺ വീട്ടാനുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. അത് എല്ലാവർക്കും അറിയില്ല. നമ്മൾ ചുമ്മാ കുറേ അർച്ചനകളും പൂജകളും ചെയ്താൽ നമ്മുടെ പൈസ വരത്തില്ല. നമുക്കപ്പം ഈ ഋണമോചന അർച്ചനയുടെ ഫലം കൊണ്ട് സാലറി കൂടും. അതൊരു ഉദാഹരണത്തിന് 20,000 രൂപ സാലറി ഉള്ളവർക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് അവിടെ 30,000 രൂപയെ. അപ്പോൾ ഒന്നും കൂടെ 10,000 രൂപ കൂടിയില്ലേ? അപ്പോൾ അതൊക്കെയാണ് ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നത്. അപ്പോൾ ഈ ഋണമോചന മന്ത്ര അർച്ചന നമുക്ക് വീടിൻ്റെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ചെയ്യാം. ഇത് രസീത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ തിരുമേനിയെ കണ്ടൊന്ന് ചോദിക്കുക. കാരണം ചിലവർ ചെയ്യും, ചിലവർ ചെയ്യത്തില്ല. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ചില കാര്യങ്ങൾ അറിയത്തില്ല. കാരണം ഞാനൊരു ക്ഷേത്രത്തിൽ പോയി. ആ ക്ഷേത്രത്തിൽ പോയിട്ട് ആ ചേച്ചി ഭാഗ്യസുക്താർച്ചന എഴുതി കൊടുത്തു. പക്ഷേ അവിടെ നിൽക്കുന്ന പുള്ളിക്കാരൻ ചെയ്തു കൊടുത്തത് പുരുഷസൂക്തമാണ്. അപ്പം ഈ ചേച്ചി ചോദിച്ചു, അയ്യോ ഞാൻ ഭാഗ്യസൂക്തമാണ് പറഞ്ഞത് പുരുഷസൂക്തമല്ലെന്ന്. അപ്പോൾ പുള്ളി ഒന്ന് ചമ്മി. കാരണം പുള്ളി വിചാരിച്ച് ഇതൊന്നും ആർക്കും അറിയത്തില്ലായിരിക്കുന്നു. അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ നല്ലപോലെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഞാനിത് പറഞ്ഞത് നമ്മൾ തിരുമേനിയായിട്ട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ശാന്തിയായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ആ ശാന്തിക്കാരനോട് ഇന്ന കണക്ക് ഞങ്ങൾ നോക്കിച്ചപ്പോൾ ഋണമോചന മന്ത്ര അർച്ചന ചെയ്തു തരാൻ പറഞ്ഞ്, ഇല്ലെങ്കിൽ താമര കൊണ്ടോ ഇല്ലെങ്കിൽ മുല്ലപ്പൂ പിച്ചിപ്പൂ കൊണ്ടോ. അപ്പം പുള്ളി വിചാരിക്കുക, അപ്പോൾ അറിയാവുന്ന ഒരു പുള്ളി പറയും ചീട്ടെടുത്തുകൊണ്ട് പോയി ഞാനത് ചെയ്തു തരാമെന്ന് പറയും. അപ്പോൾ അറിയാത്തവരാണ് ചോദിക്കുന്നത്, അയ്യോ അത് എന്ത് സംഭവമാണ്, അത് ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, അത് ഇവിടെ ചെയ്യത്തില്ലെന്ന് പറയും. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ സാധാരണ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തിരക്ക് കുറഞ്ഞ ക്ഷേത്രത്തിലാകുമ്പം അവിടെ നിൽക്കുന്ന ശാന്തിക്കാരൊക്കെ നല്ലപോലെ അർച്ചനകളും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഈ ഒരു ഋണമോചന മന്ത്ര അർച്ചനയുടെ പ്രസാദം നമ്മൾ തന്നെ മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ വെച്ചെങ്കിൽ മാത്രമേ ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഒരാഴ്ചയ്ക്ക് ചീട്ട് കൊടുത്ത് അവിടെ പോകരുത്. മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരാഴ്ചയ്ക്ക് അമ്പലങ്ങളിൽ വഴിപാടിന് ചീട്ട് കൊടുക്കും. ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. ചില തിരുമേനിമാർ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരും, ചിലവർ ചെയ്തു തരത്തില്ല. ചില ആൾക്കാർ നമ്മൾ അമ്പലത്തിൽ കയറി എന്തൊക്കെയോ അങ്ങ് കാണിച്ചിട്ട് കുറേ പൂവും മാറി തരും. ഒരു ഭക്തിയും ഒരു ഭവ്യതയും കാണത്തില്ല. ഒരു തിരുമേനി ഒരു കാര്യം ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് ഭക്തി ഉണ്ടാകണം. അതാണ് അവിടുത്തെ ആ തിരുമേനിയുടെ ഗുരു, അല്ലേ?
അയ്യോ ആ തിരുമേനി നല്ലപോലെ ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഭക്തിയും സന്തോഷവും ഉണ്ടാകണ്ടേ. അപ്പോൾ ഋണമോചന മന്ത്ര അർച്ചന അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്ത് കടബാധ്യതകളിൽ നിന്ന് നമുക്ക് ഭാഗ്യങ്ങൾ വർദ്ധിക്കും. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. വാട്സപ്പ് ഉണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായി മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചിരിക. ഏത് ഗ്രഹമാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായി തടസ്സം നിൽക്കുന്നത്, അതിനുള്ള പരിഹാര കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്. ജ്യോതിഷപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക.